ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പലഹാരം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി വെള്ളം തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ഇതുപോലെ കുറേശ്ശെ ഇട്ടുകൊടുത്ത് ഇളക്കി വാട്ടിയെടുക്കണം. റവ ഇട്ടെടുക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നാകെ ഇട്ടുകൊടുത്താൽ ഇത് ശരിക്കും വാട്ടിയെടുക്കാൻ കഴിയൂല. ഇതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുഴച്ചെടുക്കാനായിട്ട് മാറ്റുകയാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ബോൾ ഷേപ്പിലാട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടം അതുപോലെ ഇതാക്കിയെടുക്കുക. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഇത് ഓരോന്നായി ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടെടുത്ത് ഇതിൻ്റെ ഉൾഭാഗം വേവുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കണം. പുറം ഭാഗം കളർ മാറുമൊന്നും വേണ്ട, ഉൾഭാഗം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കണം. മുഴുവനും പൊരിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 സ്പൂണൊക്കെ ചേർത്താൽ മതി. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 നുള്ളി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത റവ ബോൾസ് ഇല്ലേ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചേർത്ത മുളക് പൊടിയും ഉപ്പൊക്കെ ബോൾസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. അസ്സലാമു അലൈക്കും.